അവധിക്കാലമായി പുസ്തകങ്ങൾ വായിക്കാൻ പറ്റിയ സമയം. ചിലർക്ക് പുസ്തകങ്ങൾ വായിക്കുന്നത് തീരെ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഓരോ ദിവസവും കഥകൾ പറയുന്നതായിരിക്കും. കഥകൾ കേൾക്കാൻ തയ്യാറല്ലേ? ഇന്ന് ഞാൻ 2 തവളകൾ എന്ന കഥയാണ് പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരു കൂട്ടം തവളകൾ കാട്ടിലൂടെ പോവുകയായിരുന്നു. നടന്നും ചാടിയും ക്രോം ക്രോം എന്ന പാട്ടും പാടിയും അവർ മുന്നോട്ട് പോയി. അതിനിടയിൽ അതിൽ 2 തവളകൾ ഒരു പൊട്ടക്കുഴിയിലേക്ക് വീണുപോയി. ആഴമുള്ള കുഴിയാണ്. ആഞ്ഞു ചാടി നോക്കിയിട്ടും രണ്ടാൾക്കും തിരിച്ചു കയറാൻ കഴിയുന്നില്ല. എങ്കിലും പ്രതീക്ഷയോടെ അവർ വീണ്ടും വീണ്ടും ചാടി നോക്കി. കുഴിയുടെ മുകളിൽ വട്ടമിട്ടിരുന്ന് അത് നോക്കിക്കൊണ്ടിരുന്ന മറ്റു തവളകൾ പറഞ്ഞു, ഇല്ലില്ല, പറ്റില്ല, നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും മുകളിൽ എത്താൻ പറ്റില്ല. കുഴിയിലെ തവളകളിൽ ഒരാൾ അത് കേട്ട് നിരാശനായി. ശരിയാവും അവർ പറയുന്നത്, എനിക്ക് ഇവിടെ തന്നെ കിടന്ന് ചാകാനാവും വിധി. ഇങ്ങനെ കരുതി ആ തവള ചാട്ടം നിർത്തി. അത്രയും നേരത്തെ പരിശ്രമത്തിന്റെ ക്ഷീണവും ദുഃഖവും കാരണം അവൻ അവിടെ മരണവും കാത്ത് കിടപ്പായി. രണ്ടാമത്തെ തവളയാകട്ടെ അപ്പോൾ ചാടിക്കൊണ്ടിരുന്നു. മുകളിൽ വട്ടമിട്ടിരുന്ന മറ്റു തവളകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇല്ലില്ല, പറ്റില്ല, അത്ഭുതം. ഒടുവിൽ ഒരു ഉഗ്രൻ ചാട്ടത്തിൽ രണ്ടാമത്തെ തവള കുഴിയുടെ മുകളിലെത്തി. അത്രയും നേരം നിരുത്സാഹപ്പെടുത്തി അവർ അത്ഭുതപ്പെട്ടുപോയി. അപ്പോഴാണ് അവർ അക്കാര്യം മനസ്സിലാക്കിയത്. മുകളിലെത്തിയ തവളയ്ക്ക് തീരെ ചെവി കേൾക്കില്ല. ഇല്ലില്ല, പറ്റില്ല എന്ന് തങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ അവൻ കരുതിയത് തന്നെ കൂട്ടുകാർ വീണ്ടും വീണ്ടും ചാടാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ്. കണ്ടോ, മറ്റുള്ളവർ നമ്മെ പലതും പറഞ്ഞ് തളർത്താൻ ശ്രമിക്കും. അത് കേട്ട് സങ്കടപ്പെട്ടിരുന്ന ആദ്യത്തെ തവളയുടെ ഗതിയാവും ഫലം. നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ആത്മവിശ്വാസത്തോടെ പ്രയത്നിച്ചാലോ നമുക്ക് ഉന്നതകളിൽ എത്താം, രണ്ടാമത്തെ തവളയെ പോലെ. എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്ന് നിഷാൻ.